വിനീഷിനെ വിലക്കിയത് ഒളിമ്പിക്സ് നിയമാവലി അനുസരിച്ചെന്ന കേന്ദ്ര കായിക മന്ത്രി. ലോക്സഭയിൽ 2 തവണ പരിശോധന നടത്തിയപ്പോഴും വിനേഷ് ഫോഗട്ടിന് ഭാരം കൂടുതലായിരുന്നു. വിനീഷിനായി കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നതായി മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. വിവരങ്ങൾ നൽകാനായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത് എം ചേരുന്നുണ്ട്. ശരത്ത്, ഇന്ത്യക്ക് നിരാശ തന്നെയാണ്. ഒപ്പം 140 കോടി ജനങ്ങളുടെയും വിഷമം, സങ്കടം, അതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ കണ്ടതായിരുന്നു. ഒരു ദിവസത്തെ മാത്രമല്ല, എത്രയോ ദിവസത്തെ പരിശീലനം, അതൊക്കെയാണ് വിഫലമായത്. അപ്പോൾ തന്നെ രാജ്യം ഒപ്പമുണ്ട് എന്ന് വിനീഷിനെ കൂടി അറിയിക്കുന്നതായിരുന്നു നേരത്തെ വന്ന പ്രതികരണങ്ങൾ. പക്ഷേ ഇപ്പോൾ കായിക മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, 2 തവണ പരിശോധന നടത്തിയപ്പോഴും വിനേഷ് ഫോഗട്ടിന് ഭാരം കൂടുതലായിരുന്നു എന്നുള്ളൊരു കാര്യം. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? രജനി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിനായി കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടക്കമുള്ളവർ നിരന്തരം ഒളിമ്പിക് കമ്മിറ്റിയെ സമീപിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരം വന്നിരിക്കുന്നത്. താരം 2 തവണ പരിശോധന നടത്തിയപ്പോഴും താരത്തിൻ്റെ ഭാരം കൂടുതലായിരുന്നു എന്നുള്ളൊരു വിവരമാണ് കായിക മന്ത്രി ഇന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധമായ പിന്തുണയും താരത്തിന് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ താരത്തിന് വേണ്ട എല്ലാവിധമായ പിന്തുണയും കൊടുക്കുന്നത്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചിട്ടുണ്ട്, താരം ഒളിമ്പിക് മെഡൽ ഇപ്പോൾ നഷ്ടമായെങ്കിൽ കൂടിയും താരം ഇന്ത്യയുടെ സുവർണ്ണ താരം തന്നെയാണ്. സ്വർണ്ണ മെഡലിനോട് തന്നെ ഉപമിക്കുകയാണ് താരത്തിൻ്റെ പ്രകടനത്തെ അടക്കം. കാരണം അത്രത്തോളം മികച്ച പ്രകടനമാണ് വിനേഷ് ഫോഗട്ട് ഈ ഒളിമ്പിക്സിൽ കാഴ്ചവെച്ചത്. തുടർച്ചയായ 3 മത്സരങ്ങളാണ് താരം ഇന്നലെ നടത്തിയത്. അതായത് പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി പോരാട്ടങ്ങൾ. ഈ 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട്, കടുപ്പമേറിയ ഈ 3 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് താരം ഇന്നലെ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. അതിനുശേഷം നടന്ന ഒരു ഭാരപരിശോധന, അതായത് ഭാരപരിശോധന എപ്പോഴും നടക്കുന്നത് മത്സരത്തിൻ്റെ ആ ഒരു ദിവസം ആയിരിക്കും തുടക്കം നടക്കുന്നത്. അതായത് ഇന്ന് ഫ്രഞ്ച് സമയമായ രാവിലെ 7:30 ഇന്ന് കൃത്യമായി പറഞ്ഞാൽ ആ ഭാരപരിശോധന നടത്തിയത്. എന്നാൽ ഈ ഭാരപരിശോധന, ഈ ഔദ്യോഗികമായ ഭാരപരിശോധനയ്ക്ക് പുറമെ കഴിഞ്ഞ ദിവസം തന്നെ സെമിഫൈനൽ പോരാട്ടം അവസാനിച്ചപ്പോൾ തന്നെ ഇന്ത്യ സ്വയം ഒരു ഭാരപരിശോധന വിനേഷ് ഫോഗട്ട് നടത്തിയിരുന്നു. ആ ഒരു ഭാരപരിശോധനയിലാണ് താരത്തിന് 50 കിലോഗ്രാമിലധികം, അത് 2 കിലോഗ്രാം അധികം ഭാരം ഉണ്ടായതായി സ്ഥിരീകരിക്കപ്പെട്ടത്. അതിനുശേഷം താരം ഉറക്കം പോലും നഷ്ടപ്പെടുത്തി കഠിന പരിശ്രമത്തിലൂടെ ഭാരം കുറയ്ക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം രാത്രി തന്നെ തുടങ്ങിയിരുന്നു. അതിനുശേഷം താരത്തിന് അത് 2 കിലോഗ്രാമിൽ നിന്ന് 100 ഗ്രാമിലേക്ക് മാത്രമാണ് അത് കുറയ്ക്കുവാൻ സാധിച്ചത്. എന്നാൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ 100 ഗ്രാം ഭാരം കൂടുതലാണ് എന്ന് സ്ഥിരീകരിച്ചതോടെ താരത്തിന് അയോഗ്യയാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിക്കൊണ്ട് താരത്തിന് ഒളിമ്പിക്സിന്റെ ഫൈനലിലേക്ക് മത്സരിക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലേക്കാണ് ഒരു പ്രഖ്യാപനം വന്നത്. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച ഒരു പ്രഖ്യാപനം തന്നെയാണ്. അങ്ങനെ താരത്തിന് ലഭ്യമായിരുന്ന, അതായത് ഇന്ത്യയും വിനേഷ് ഫോഗട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു മെഡലാണ് ഇത്തരത്തിൽ കയ്യിൽ വന്നതിന് ശേഷം നഷ്ടമായി പോകുന്നത്. ഒരുപക്ഷെ ഒളിമ്പിക്സിൽ ഈ ഗുസ്തി വനിതാ വിഭാഗം 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ സ്വർണ്ണ മെഡൽ നേടുവാൻ ഏറ്റവും സാധ്യതയുള്ള താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. പക്ഷേ ഇത്തരത്തിൽ അയോഗ്യയാക്കപ്പെട്ട സാഹചര്യത്തിൽ താരത്തിന് മെഡൽ നേടുവാനുള്ള അവസരം നഷ്ടമായിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഒരു അവസരവും കാണുന്നില്ല. ഈ ഔദ്യോഗിക സ്ഥിരീകരണം ഒക്കെ വന്നിട്ടുണ്ട്. താരത്തിനെ അയോഗ്യയാക്കി താരത്തിന് ഒരു മെഡലും ലഭ്യമാകില്ല. കാരണം നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, താരം വെള്ളി മെഡലെങ്കിലും ലഭിക്കില്ല, ഒരു മെഡലും താരത്തിന് ഇനി ലഭ്യമാകുന്നില്ല എന്നൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. താരത്തെ അവസാന സ്ഥാനത്തിലേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു 100 ഗ്രാമിൻ്റെ ആ ഒരു ഭാര കൂടുതൽ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഒളിമ്പിക്സിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളെല്ലാം വളരെ കർശനമാണ്. അത് കൃത്യമായി തന്നെ ഒളിമ്പിക് വേദിയിൽ പാലിക്കപ്പെട്ടു എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ 100 ഗ്രാമിൻ്റെ വ്യത്യാസം, എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് 100 ഗ്രാമിൻ്റെ വ്യത്യാസമൊക്കെ. കാരണം 50 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 50 കിലോഗ്രാമിൽ 1 ഗ്രാമെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അത് ചട്ടവിരുദ്ധമാണ്, അത് നിയമവിരുദ്ധമാണ്. അത്തരത്തിൽ 1 ഗ്രാം കൂടി തന്നെ അവർ അയോഗ്യമാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരത്തിൽ 100 ഗ്രാം വന്ന സ്ഥിതിവിശേഷത്തിലാണ് ശരത്ത്. കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിനീഷ്. അത് തന്നെ ആയിരിക്കാം ഈ ഭാരം കൂടുതൽ കാരണം. അപ്പോഴും നമ്മൾ അറിയേണ്ടത്, രാത്രി മുഴുവൻ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുകയും ഈ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതികളൊക്കെ പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വിനീഷ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു 100 ഗ്രാം കൂടിയത് എന്നുള്ളൊരു ചോദ്യമാണ്. എന്നാലും ഈ കായിക പ്രേമികൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ മേഖലയിലുള്ളവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്താണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് പറഞ്ഞത്, ഈ ഭാരം കൂടാനുള്ളൊരു കാരണമായിട്ട് പറഞ്ഞതും?
അറിയാവുന്നതുപോലെ തന്നെ താരം ഈ മത്സരം നടക്കുന്ന സമയം, അതായത് കഴിഞ്ഞ ദിവസം 3 മത്സരങ്ങളായിരുന്നു താരത്തിനുണ്ടായിരുന്നത്. പ്രീ ക്വാർട്ടർ, അതുപോലെ തന്നെ ക്വാർട്ടർ, സെമി പോരാട്ടങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ 3 മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ താരം ഇടയ്ക്ക് വെച്ച് ഭക്ഷണം കഴിച്ചു എന്നുള്ള അനൗദ്യോഗിക സ്ഥിരീകരണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ മത്സരശേഷം താരം ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്നും പരിശീലക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും അനുമാനിക്കാവുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ച ഒരു സ്ഥിതിയിൽ തന്നെയാണ് താരത്തിന് അത്തരത്തിലൊരു ഭാരം കൂടുതൽ ഉണ്ടായത്. കാരണം മത്സരം സെമിഫൈനൽ പോരാട്ടം കഴിഞ്ഞതിന് ശേഷം നടത്തിയ പരിശോധനയിൽ, അതായത് സ്വയം നടത്തിയ പരിശോധനയിൽ 2 കിലോയിലധികമാണ് താരത്തിന് ഭാരം കൂടിയത്. അതായത് 50 കിലോഗ്രാമിൽ മത്സരിക്കേണ്ടതിലും 2 കിലോയിലധികമാണ് താരത്തിന് കൂടിയത്. പക്ഷേ രാത്രി മുഴുവൻ മികച്ച രീതിയിൽ തന്നെ കഠിന പരിശ്രമം നടത്തിയിരുന്നു വിനേഷ് ഫോഗട്ടും അതുപോലെ തന്നെ പരിശീലക സംഘവും എല്ലാം ഒത്തുചേർന്നുകൊണ്ട്, ഉറക്കം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതായത് ജോഗിംഗ്, സൈക്ലിംഗ് മുതലായ കഠിന പരിശ്രമത്തിലൂടെയാണ് താരം ആ 2 കിലോഗ്രാം എന്നുള്ളത് 100 ഗ്രാമിലേക്ക് കുറച്ചത്. പക്ഷേ 100 ഗ്രാമും ആ 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ ആണ് താരം ഇപ്പോൾ അയോഗ്യയാക്കപ്പെട്ട് പുറത്താകുന്ന ഒരു അവസരമുണ്ടായിട്ടുള്ളത്. കാരണം ഇത് മാത്രമല്ല, താരം ഇത്തരത്തിൽ പരിശീലകരടക്കം ആ കാര്യം ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ്. താരം ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു കാര്യം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഭാരം ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ പുറത്താകും. അത് ഒളിമ്പിക്കിന്റെ നിയമമാണ്. ഈ ഗുസ്തിയുടെ കർശനമായ ചട്ടമാണ് ഇത്തരത്തിൽ 1 ഗ്രാമെങ്കിലും കൂടിയിട്ട് ഇത്തരത്തിൽ ചെറിയൊരു ഭാര വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ അയോഗ്യനാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിനേഷ് ഫോഗട്ടിനെ ഇപ്പോഴും അയോഗ്യയാക്കിയിട്ടുള്ളത്. താരത്തിന് ഇനി ഫൈനലിലേക്ക് കടക്കുവാനുള്ള യാതൊരു സ്ഥിതിവിശേഷവുമില്ല. താരം ഔദ്യോഗികമായി താരത്തെ അതായത് താരം ഫൈനൽ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. താരം ഏതായാലും ഇനി താരത്തിന് മെഡൽ പ്രതീക്ഷയില്ല. ഭാരതം ഉറപ്പിച്ച 4ാമത്തെ മെഡലായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെത്. ഏതായാലും അത് വെങ്കല മെഡൽ പോരാട്ടം കൂടിയായിരുന്നില്ല, സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളി മെഡൽ പോരാട്ടം എന്നപ്പോൾ ഒരു മെഡൽ അവിടെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ ഒരു മെഡലും ലഭ്യമാകില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കൊട്ടിഘോഷിച്ച ഒരു കാര്യമാണ്. ചരിത്ര നിമിഷത്തിന് അരികിലാണ്, ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ഗുസ്തി താരം ഒളിമ്പിക്സിന്റെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വർണ്ണ മെഡൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ വെള്ളി മെഡലെങ്കിലും അവിടെ പ്രതീക്ഷിച്ചതാണ്. 4ാം മെഡൽ ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടുമെന്ന് സ്വപ്നം കണ്ടിരുന്നതാണ് 144 കോടിയോളം വരുന്ന ജനങ്ങൾ. പക്ഷേ ആ 144 കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷയെല്ലാം ഒരു 100 ഗ്രാമിൽ തട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിൽ ആ ഒരു 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ താരം ഒളിമ്പിക്സിന്റെ ഫൈനലിൽ പ്രവേശിച്ചിട്ടും അവിടെ നിന്നും പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്ത് തന്നെയാലും മികച്ച പ്രകടനമാണ് ഈ ഒളിമ്പിക്സിൽ താരം കാഴ്ചവെച്ചിട്ടുള്ളത്. ലോക 1-ാം നമ്പർ ജപ്പാൻ താരത്തെ അടക്കം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് താരം പ്രീ ക്വാർട്ടറിൽ നിന്ന് ക്വാർട്ടറിലേക്കും അവിടെ നിന്ന് അതുപോലെ തന്നെ ഫൈനലിലേക്കും ഒക്കെ മുന്നേറിയത്. പക്ഷേ താരത്തിന്റെ ഈ ശ്രമങ്ങളെല്ലാം വിഫലമാകുന്ന ഒരു കാഴ്ചയാണ്. താരത്തിന്റെ ഈ ഭാരം കൂടുതൽ അത് കൃത്യമായി തന്നെ പരിശീലക സംഘവും അതുപോലെ തന്നെ എല്ലാവരും കൃത്യമായി തന്നെ അത് വിലയിരുത്തേണ്ടതായിരുന്നു, അതിൽ കൃത്യമായി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ചെറിയ വീഴ്ചകളാണ് ഇത്തരത്തിലൊരു അയോഗ്യയാക്കപ്പെടുന്ന ഒരു വിശേഷണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തിനായാലും താരം ഈ ഫൈനൽ കളിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം ഇന്ന് രാത്രി 11:23 ഇത്തരത്തിലൊരു മത്സരം നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കാണ് കയ്യിൽ ലഭിച്ച ഒരു മെഡൽ ഇന്ത്യക്ക് നഷ്ടമാകുന്നത്. ശരത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഭാരതത്തിന് ലഭിക്കേണ്ട ഒരു മെഡൽ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. ഒപ്പം ഈ മെഡൽ നഷ്ടമായതിന് പിന്നിലും താരത്തെ പിന്തുണച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അതായത് ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണ് വിനേഷ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ രാഷ്ട്രപതി, മറ്റു താരങ്ങൾ, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളും വിനേഷിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അത് തന്നെയല്ലേ ഈ ഒരു താരങ്ങൾക്ക് നൽകുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മത്സരം ഇത്തരത്തിലൊരു വിധി പുറത്തു വന്നതിന് ശേഷം നരേന്ദ്രമോദി PT ഉഷയെ, അതായത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായ PT ഉഷയുമായി ഫോണിൽ നിരന്തരം ബന്ധപ്പെടുകയും വിനേഷിനെ അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യക്ക് കൈക്കൊള്ളാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം PT ഉഷയോട് ആരായുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ നടപടി പിൻവലിക്കുന്നതിനായി സമ്മർദ്ദം ചെലുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ താരത്തിന് ഏത് വിധേനയും ആ ഒരു ഫൈനൽ അയോഗ്യയാക്കിയ ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റി താരത്തെ എങ്ങനെയെങ്കിലും ഫൈനലിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ഫോണിൽ വിളിച്ച് ഇത്തരത്തിലൊരു കാര്യങ്ങൾ അറിയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഇത്തരം ഇടപെടലുകൾ ഉണ്ടായി. പക്ഷേ ഒളിമ്പിക്സ് കമ്മിറ്റി, നമുക്കറിയാം, ഇത്തരം ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ കൂടി ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഭാരക്കൂടുതലൊക്കെ ഒരു ചെറിയ കാര്യമായി നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഭാരക്കൂടുതലൊക്കെ കർശന നിർദ്ദേശമാണ്, കർശന നിയമാവലിയിലുള്ളതാണ്. ഗുസ്തി നമുക്ക് ആ ഗുസ്തിയുടെ നിയമാവലി പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ ഭാരക്കൂടുതൽ പോലും അതൊക്കെ കർശനമായി അവർ എപ്പോഴും പിന്തുടർന്ന് പോകുന്ന ഒരു നിയമമാണ്. അത്തരത്തിൽ ആ ഒരു അടിസ്ഥാനത്തിൽ ഇത് ഇനി ഒരിക്കലും അയോഗ്യയാക്കിയ ആ ഒരു പ്രഖ്യാപനം ഇനി ഒരിക്കലും മാറ്റില്ല. അതുമാത്രമല്ല,
യോഗ്യയാക്കിയ വാർത്ത വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: വിനേഷ്, താങ്കൾ ചാമ്പ്യന്മാരുടെ ചാമ്പ്യനാണ്, താങ്കൾ ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു തിരിച്ചടി വേദനിപ്പിക്കുന്നു. ഈ നിമിഷം അനുഭവിക്കുന്ന ഈ നിരാശ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുവാനാകില്ല എന്ന തരത്തിൽ നിർഭരമായിട്ടുള്ള കുറിപ്പാണ് താരം, അതായത് പ്രധാനമന്ത്രി താരത്തിന് പ്രചോദനമേകുന്ന രീതിയിൽ പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത്. അപ്പോൾ അത്തരത്തിൽ താരത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നും എല്ലാം നിരന്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമാണ്. താരം പുറത്തായി എന്നുള്ളത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ്. താരത്തിന് ഇനി ഫൈനൽ മത്സരം കളിക്കുവാൻ സാധിക്കില്ല. അതേസമയം വിനേഷ് ഫോഗോട്ട് സെമിയിൽ പരാജയപ്പെടുത്തിയ ക്യൂബൻ താരം അമേരിക്കൻ താരവുമായി ഫൈനലിൽ ഏറ്റുമുട്ടുമെന്നുള്ള കാര്യം വിനേഷ് ഫോഗട്ടിന്റെ കഠിനാധ്വാനം വിഫലമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യൻ വനിതാ താരം അയോഗ്യതയായി. ഭാരപരിശോധനയിൽ ഫോഗട്ടിന് 100 ഗ്രാം ഭാരം കൂടുതലുണ്ടായതാണ് വലിയൊരു തിരിച്ചടിക്ക് കാരണമായത്. എന്തായാലും ഈ ഒളിമ്പിക് അസോസിയേഷന്റെ ഈ ഒരു തീരുമാനത്തിന് പിന്നാലെ കടുത്ത നിരാശയിൽ തന്നെയാണ് രാജ്യം. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ശരത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.